പ്രിയപ്പെട്ടവർക്കും വീണ്ടും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു യാത്രയുടെ വിശേഷവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും യാത്ര ഇഷ്ടമായിരിക്കും അല്ലേ? യാത്ര ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത്? യാത്രയിൽ ഓരോ യാത്രയിലും വിവിധ അനുഭവങ്ങളായിരിക്കും, പുതിയ അനുഭവങ്ങളായിരിക്കും അല്ലേ? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുവൈറ്റിൻ്റെ നല്ല ഒരു മനോഹാരിതയുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം ഏതെന്ന് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നമുക്ക് പോകാം. അപ്പോൾ അധികം നേരം വെയിലുണ്ട്, നല്ല വെയിലുണ്ട്, റോഡിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ അധികം നേരം ഇവിടെ നിന്ന് സമയം കളയുന്നില്ല. നമുക്ക് യാത്രയിലെ വിശേഷങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വെറും 4 ചുവരുകൾക്കുള്ളിൽ നീറിപ്പുകയുന്ന പ്രവാസ ജീവിതങ്ങൾ. ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കുവാനായി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് ചേക്കേറിയ നാം ഓരോരുത്തർക്കും ജോലി തിരക്കുകൊണ്ടോ മറ്റുള്ള ജീവിതത്തിലെ വീട്ടിലെ പ്രയാസങ്ങൾ കൊണ്ടോ ഒട്ടും നമുക്ക് ജീവിതം ഒന്ന് ആസ്വദിക്കാൻ പറ്റാതെ ആകുന്ന ദിവസങ്ങൾ. എന്നാൽ ആകെ കിട്ടുന്ന 2 ഒഴിവു ദിവസങ്ങളാണ് പ്രവാസികൾക്കും മറ്റുള്ളവർക്കും. അത് ചിലപ്പോൾ വ്യാഴവും വെള്ളിയാകാം, വെള്ളിയോ ശനിയോ ആകാം. പലരും പല രീതിയിലാണ് അവരുടെ വീക്കെൻഡുകൾ ചെലവഴിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് പോകുന്നത് ഇങ്ങനെ ഒഴിവു ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പോയി ജീവിത ഭാരം ഒന്ന് മാറ്റിവെച്ച് ഉല്ലാസകരമാക്കാൻ പറ്റിയ ഒരു ഗ്രാമാന്തരീക്ഷത്തിൻ്റെ സുഖാനുഭൂതികളിലേക്ക് നമ്മെ നയിക്കുന്ന, നമ്മുടെ നാട്ടിലെ വീടിൻ്റെ അതേ അനുഭവം തരുന്ന കുവൈറ്റിലെ ഒരു നല്ല സ്ഥലത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുമല്ലോ. നമ്മുടെ ഒഴിവു ദിനങ്ങൾ നമുക്ക് ഉല്ലാസകരമാക്കുവാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും കണ്ണിനും നമുക്ക് ഒരു നല്ല കുളിർമയേകുന്ന നല്ല കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ഒട്ടകങ്ങളും കുതിരകളും ആടുകളും അങ്ങനെ ഒട്ടനവധി നല്ല നല്ല കാഴ്ചകൾ. മുഴുവനായും നിങ്ങൾ ഈ വീഡിയോ കാണുക. കുവൈറ്റ് സിറ്റിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ യാത്രയുണ്ട് ഈ സ്ഥലത്തേക്ക്. ഈ കാണുന്ന വീടുകൾ കുവൈറ്റ് സ്വദേശികൾക്കായി നൽകിയിട്ടുള്ള ഓരോ ചെറിയ പ്ലോട്ടുകൾ. ആ പ്ലോട്ടുകളിൽ അവർ പണിത മനോഹരങ്ങളായ വില്ലകളാണ് ഈ കാണുന്നത്. നമ്മുടെ കേരളത്തിലെ ചില വീടുകളെ ഓർമ്മിപ്പിക്കും വിധമുള്ള നല്ല മനോഹരങ്ങളായ സ്ട്രക്ചറാണ് ഈ മിക്ക വീടുകൾക്കും. പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ജാബർ അൽ അഹമ്മദ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കാണാം. കുവൈറ്റിലെ ആർദിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഡിയം 120 മില്യൺ കുവൈറ്റ് ദിനാറിനാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 60,000 സീറ്റിംഗ് കപ്പാസിറ്റിയും വിശാലമായ പാർക്കിംഗ് സൗകര്യവും നമുക്ക് ഈ സ്റ്റേഡിയത്തിന് അടുത്ത് കാണാവുന്നതാണ്. ഇടതുവശത്ത് ദൂരെ കാണുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് എഡ്യൂക്കേഷണൽ ക്യാമ്പസ് ഇൻ ദ വേൾഡ് ആണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണികൾ ഇപ്പോൾ നടന്നു വരുന്നതേ ഉള്ളൂ. വിജനമായ മരുഭൂമിയാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും. അതുകൊണ്ട് തന്നെ കടകളോ വീടുകളോ ഒന്നും തന്നെ ഈ ഭാഗത്ത് കാണുവാൻ കഴിയുകയില്ല. അതിനു പകരം വാഹനങ്ങളിൽ തന്നെയുള്ള വഴിയോര കച്ചവടക്കാരെ നമുക്ക് അവിടങ്ങളിൽ കാണാം. അങ്ങനെ ഒരു കടയുടെ അടുത്ത് ഞങ്ങളും നിർത്തി. ഒരു ബംഗാളി സ്വദേശിയാണ് ആ കടയും നടത്തുന്നത് ഞങ്ങൾക്കറിയുവാനിടയായി. അവിടെയും ഒരു കടയിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് അവിടെയും കാണുവാനായിട്ടിടയായി. ഞങ്ങൾ അവൻ്റെ കയ്യിൽ നിന്നും അല്പം ജ്യൂസും വെള്ളവും ഞങ്ങൾ വാങ്ങി. വിജനമായി കിടക്കുന്ന മരുഭൂമിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ വീണ്ടും മറ്റൊരു സ്വദേശികളുടെ ഒരു ചെറിയ കൃഷിയിടമാണ് നമുക്ക് ദൂരെ സ്ഥലത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. തൊട്ടടുത്ത് തന്നെ വാട്ടർമെലൻ വിൽക്കുന്ന ഒരു ജോർദാനി കച്ചവടക്കാരനെയും കണ്ടു. ഒരു വാട്ടർമെലൻ തന്നെ ഏകദേശം ഒരു 5 കിലോ മുതൽ 8 കിലോ വരെ തൂക്കം വരും. അങ്ങനെ അദ്ദേഹത്തിനോട് കുശലം പറഞ്ഞിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി.
തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ക്യാമൽ റേസിംഗ് ക്ലബിൻ്റെ ബോർഡും കാണാം. വീണ്ടും നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു മെയിൻ ഏരിയയാണ് നമ്മൾ കാണുന്നത്. ഒരു ചെറിയ ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത്. അവിടെ നിരവധി വഴിയോര കച്ചവടക്കാരൻ വാഹനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞങ്ങൾ വാഹനം പതിയെ സൈഡിലൊതുക്കി അവിടെ ഇറങ്ങി ആ കടകളൊക്കെ ഞങ്ങളൊന്ന് നിരീക്ഷിക്കുകയുണ്ടായി. ഒഴിവു ദിനങ്ങൾ ഉല്ലാസകരമാക്കുവാനായിട്ട് ഔട്ടിങ്ങിന് പോകുന്ന പലർക്കും വേണ്ടുന്ന അത്യാവശ്യ കാര്യങ്ങളെല്ലാം തന്നെ ഈ കടകളിൽ നമുക്ക് ലഭ്യമാണ്. നല്ല ചൂടായതിനാൽ അവിടെ ഒരു ഐസ്ക്രീം കച്ചവടം നടത്തുന്ന ഒരു യുവാവിൻ്റെ കയ്യിൽ നിന്നും ഐസ്ക്രീം വാങ്ങിക്കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ പോകുന്ന വഴി തന്നെ ആടുകളെ വളർത്തുന്ന ഒരു ചെറിയ ഫാം ഞങ്ങൾ കാണുകയുണ്ടായി. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ആ ആടുകളെ, അതിനെ മേയ്ക്കുന്ന ആളുകളെയും കാണുവാൻ അവിടേക്ക് ഞങ്ങൾ അടുത്തു. യാസർ എന്നു പേരുള്ള ഒരു ബംഗ്ലാദേശി സുഹൃത്തെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഏകദേശം 100-ന് മുകളിൽ ആടുകൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം കിടക്കുന്ന സ്ഥലവും ഞങ്ങൾ ചോദിച്ചപ്പോൾ തൊട്ടടുത്ത് താൽക്കാലികമായി പണിതിരിക്കുന്ന ഒരു ചെറിയ ഷെഡിലേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. രണ്ട് മുറികളാണ് ആ ഷെഡിലുള്ളത്. ഒന്നിൽ ഉറക്കവും ഒന്ന് അടുക്കളയുമായിട്ടും യൂസ് ചെയ്യുന്നു. ചെറിയ ലൈറ്റ് ചലിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ചെറിയ ബാറ്ററി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ശരിക്കും മനസ്സിന് വിഷമം തോന്നുന്ന ചില അവസ്ഥയിലൂടെയാണ് ഞങ്ങളും കടന്നുപോയത്. ഏകനായി തനിയെ ഒരു ആടുജീവിതത്തിൻ്റെ യഥാർത്ഥ അനുഭവം നേരിട്ട് കണ്ട ഒരവസ്ഥ. തൊട്ടപ്പുറത്ത് നമുക്കൊരു ജനറേറ്റർ കാണാം. അതിനിപ്പുറത്ത് ചെറിയൊരു വാഹനം. ഇത് കൊണ്ടുവരുന്ന ആടുകൾക്ക് വേണ്ടുന്ന പുല്ല് ഒക്കെ ശേഖരിക്കുവാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ചെറിയ വാഹനമാണ്. അവിടെ നമുക്ക് ടാങ്കർ കാണാം. ആ ടാങ്കറിലാണ് വെള്ളം ശേഖരിച്ച് വെക്കുന്നത്. ആ വെള്ളം ചൂടാണ്. വെള്ളം തണുപ്പിക്കുവാനായിട്ടാണ് ഭൂമിക്കടിയിൽ ടാങ്ക് ഇറക്കി അതിനകത്ത് വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നതും നമുക്ക് കാണാം. അവിടെ നിന്നും വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറേ ഒട്ടകങ്ങളെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒട്ടക സവാരി നടത്തുക പതിവാണ്. അതിനാണ് ഈ ഒട്ടകങ്ങളെ അവിടെ ഉള്ളത്. അവിടുന്ന് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് യാത്ര തൊട്ടപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ നല്ല കുറേ കുതിരകളെയും ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ചോദിച്ചറിഞ്ഞപ്പോൾ കുതിര സവാരിക്കായിട്ടാണ് ഈ കുതിരകളെ ഉപയോഗിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയുവാനായിട്ട് ഇടയായത്. അവിടെ നിന്നും ഞങ്ങൾ യാത്ര തുടർന്ന് കബദ് എന്ന സ്ഥലത്തേക്കാണ് എത്തിച്ചേർന്നത്. അവിടെ വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇപ്രകാരമുള്ള നല്ല നല്ല കാഴ്ചകളും കാണുവാൻ സാധിക്കും. അവിടെ കബദ് എന്ന് പറയുന്ന ഈ സ്ഥലം പണ്ട് കാലങ്ങളിൽ കൃഷി ആവശ്യങ്ങൾക്കായി കുവൈത്ത് സർക്കാർ പതിച്ചു നൽകിയ സ്ഥലങ്ങളാണ്. അത് പിന്നീട് ചെറിയ ചെറിയ ശാലകളായി പണിയുകയും പിന്നീട് നിരവധി ആൾക്കാർക്ക് ഒരു രാത്രിയും പകലും അല്ലെ 2 രാത്രിയും 2 പകലും എന്നിങ്ങനെ രീതിയിൽ ചെലവിടുകയും ചെയ്യുവാനായിട്ട് കൊടുക്കുവാൻ തുടങ്ങി.
അങ്ങനെയുള്ള ഒരു ശാലയിലേക്കാണ് ഇപ്പോൾ നമ്മളും കടന്നു വന്നിരിക്കുന്നത്. അവിടെയെല്ലാം നിരവധി മനോഹരങ്ങളായ ശാലകൾ ഒരുക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കബദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ടലുകൾ അധികമില്ലാത്തതിനാൽ ഒന്നുകിൽ നമ്മളിവിടെ വന്ന് കുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വരുന്ന സ്ഥലത്തു നിന്ന് ഹോട്ടലിൽ നിന്നും ആഹാര സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നതായിരിക്കും ഉചിതം. ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗ്രഹാതുരത്വം ഓർമ്മപ്പെടുത്തുന്ന, നമ്മുടെ നാട്ടിൻപുറത്തെ ആ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ആ ഒരു കാലാവസ്ഥയും ആ ഒരു സാഹചര്യവുമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കുലച്ച് തൂങ്ങി നിൽക്കുന്ന ഈ ഒരു ഈന്തപ്പന കുലകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സന്തോഷവും കുളിർമയുമാണ്. അതുപോലെ തന്നെ ഇത്തരം ശാലകളിൽ കുട്ടികൾക്ക് കളിക്കുവാനുള്ള നല്ല നല്ല ഉപകരണങ്ങൾ അവർ ക്രമീകരിക്കും. അതുപോലെ നല്ല ഒരു കോർട്ട്, നല്ല സുന്ദരമായ മനോഹരമായ കോർട്ടുകൾ, മറ്റുള്ള എല്ലാവിധ സൗകര്യങ്ങളും, കളിക്കുവാനും എൻജോയ് ചെയ്യുവാനും പറ്റിയ എല്ലാവിധ സൗകര്യങ്ങളും ഇത്തരം ശാലകളിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ നോക്കി, മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിൻപുറത്താണോ നമ്മൾ നിൽക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അത്രമാത്രം നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കുവൈറ്റിലെ ഈ കബദ് എന്ന് പറയുന്ന സ്ഥലം. ഇത് കുവൈറ്റ് സിറ്റിയിൽ നിന്നും ഏകദേശം 45-50 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് സുലൈബിയ എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്നാണ് ഈ കബദ് സ്ഥലം. തൊട്ടപ്പുറത്ത് തന്നെ സുരക്ഷിതവും നല്ല മനോഹരവും നല്ല സൗകര്യവും വൃത്തിയുള്ളതുമായ ഒരു സ്വിമ്മിംഗ് പൂള് നമുക്ക് കാണാം. അതിനകത്ത് തന്നെ ലേഡീസിനും ജെൻസിനും പ്രത്യേകം ഡ്രസ്സ് മാറുവാനും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടോയ്ലറ്റ് സൗകര്യവും എല്ലാം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒട്ടുമിക്ക ശാലകളിലും ഇത്തരം സ്വിമ്മിംഗ് പൂളുകളും അവർ ഒരുക്കാറുണ്ട്. അവിടെ കുറച്ച് ഫാമിലികൾ അവരുടെ സുഹൃത്തുക്കൾ ചേർന്ന് അവിടെ വീക്കെൻഡ് ചെലവിടുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ മരുഭൂമിയിലെ ജീവിതത്തിൽ ഒരു ആയാസം ലഭിക്കുവാനായി അവർ പല രീതിയിലുള്ള കുടുംബങ്ങളായിട്ട് പല കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചെറിയൊരു ഗ്രൂപ്പായിട്ട് കുട്ടികളും എല്ലാവരും ചേർന്ന് ചെറിയ ചെറിയ വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ പ്രവാസ ജീവിതത്തിലെ വളരെ ടെൻഷൻ പിടിച്ച ജീവിതത്തിനിടയ്ക്ക് അല്പം ഉല്ലാസകരമാക്കുവാനായിട്ട് ഇപ്രകാരമുള്ള ഈ ഒരു ടെൻറ്റുകൾ, ഈ ഒരു ശാലകൾ അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു കുടുംബങ്ങളും ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ യാത്രാ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.